ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 5-10 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ഉരുളൻകിഴങ്ങാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളൻകിഴങ്ങ് ഒന്ന് പുഴുങ്ങി തൊലിയേക്കാളിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മാഷർ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇത് ഒട്ടും തന്നെ കട്ടകളില്ല നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മുരിങ്ങയില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ചവ്വരി ഒന്ന് കുതിർത്തെടുത്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയിട്ട് വേണം നമ്മളിത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ബബിൾസൊക്കെ കുറഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.